ഓക്കെ, എഴുതിക്കോ. പോയിസൺസ് റേഷ്യോ കഴിഞ്ഞ ചാപ്റ്ററിന് തന്നെ പറയാനുള്ള ഒരു കണ്ടന്റ് ആയിരുന്നേ, പോയിസൺസ് റേഷ്യോ. അന്നൂടെ ഞാൻ എന്തായാലും പറഞ്ഞേക്കാം, പ്രശ്നമില്ല. പോയിസൺസ് റേഷ്യോ ഇല്ല, പുതിയ ചാപ്റ്റർ അല്ല, പഴയ ചാപ്റ്ററിൽ തന്നെ പറയാനുള്ളൂ. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. പോയിസൺസ് റേഷ്യോ എഴുതിക്കോ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എന്താ എഴുതാൻ പറ്റണല്ലേ അവിടെ ഇരുന്നിട്ട്? പിന്നെ it is the ratio of lateral strain to longitudinal strain. It is the ratio of lateral strain to longitudinal strain. Lateral strain. It is the ratio of lateral strain to longitudinal strain. It is the ratio of lateral strain to ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിക്നെസ്സിൽ വരുന്ന ഒരു ചേഞ്ച്, അതിനെയാണ് നമ്മൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താ ഉദ്ദേശിക്കുക? ലെങ്ത്തിൽ വരുന്ന ചേഞ്ച്. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് മെറ്റീരിയൽ ആണോ അതിന്റെ തിക്നെസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരും, അതിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുക? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വേർഡ്. അതായത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല, പ്രോബ്ലംസ് ആയാലും വലുതായിട്ടൊന്നും വരാറില്ല, പക്ഷെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് പോയിസൺസ് റേഷ്യോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് ഒരു തിക്നെസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, ഒരു മെറ്റീരിയലിന്റെ തിക്നെസ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ ഡി ബൈ ബി എന്നെടുത്ത്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനെ എങ്ങനെ എടുക്കാം? ആരെങ്കിലും പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പഠിച്ചതല്ലേ ഇക്വേഷൻ? ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതുപോലെ മറ്റേത് നമ്മൾ ചേഞ്ച് ഇൻ തിക്നെസ് ബൈ ഒറിജിനൽ തിക്നെസ്, അത്ര എടുത്തിട്ടുള്ളൂ. ഒന്ന് ബോക്സ് ചെയ്തിട്ടോ കേട്ടോ. സിഗ്മ ഇത് വെച്ചാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഡെൽറ്റ ഡി ബൈ ഡി ബൈ ഡെൽറ്റ എൽ ബൈ എൽ, പോയിസൺസ് റേഷ്യോ. അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ ഇത് വേഗം എഴുതിക്കോട്ടാ. എടുക്കണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം, എന്നിട്ട് നോട്ടായിട്ട് ഞാൻ എഴുതി തന്നാൽ മതിയോ? ഞാൻ എഴുതി ബ്രീഫായിട്ട് എഴുതി തരാം. എല്ലാവരുടെയും ബുക്കിലല്ല, ഞാൻ ബ്രീഫായിട്ട് എഴുതിയിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് അയക്കാം. ഇന്ന് തന്നെ ഞാൻ അയച്ചോളാം. അല്ലെങ്കിൽ ഷോർട്ടാക്കി പറയാനാണെങ്കിൽ കുറെ ഉണ്ടാവും ഞാൻ പറഞ്ഞു തരുമ്പോ. കാരണം അത് പ്രിന്റ് എടുക്കണം എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞാൻ എഴുതിയിട്ട് അയക്കാം. സിമ്പിൾ ആയിട്ട് എക്സാമിന് പഠിക്കേണ്ട രീതിയിൽ പോയിന്റ്സ് വെച്ച് ഞാൻ എഴുതിയിട്ട് അയക്കാം. അത് നോക്കി പഠിച്ചാൽ മതി. കണ്ടന്റ് എന്താന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. അതായത് ആ ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് നമ്മൾ എന്തൊക്കെയാന്ന് പഠിച്ചു, ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ള മെറ്റീരിയൽസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ അത് എവിടെയൊക്കെയാ യൂസ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞായിരുന്നു. ഇനി ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ സ്റ്റീൽ അല്ലെങ്കിൽ റോപ്പ്, ഇതൊക്കെ നമ്മളിപ്പോ ക്രെയിനൊക്കെ വലിയ ക്രെയിനിലൊക്കെ യൂസ് ചെയ്യുന്ന റോപ്പൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്തിന്റെ ആയിരിക്കും? ആ റോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ സ്റ്റീലിന്റെ ആയിരിക്കും. അതായത് വലിയ ഇങ്ങനെ നല്ല ബൾക്കായിട്ടിരിക്കുന്ന പോലത്തെ സംഭവമായിരിക്കും. അത് ക്രെയിനിലൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്തിനായിരിക്കും? നല്ല പെട്ടെന്ന് ബ്രേക്ക് ആയി പോകാനും പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ സബ്സ്റ്റൻസ് വേണം യൂസ് ചെയ്യാൻ. ഇതൊക്കെ എന്തിന്റെ ആപ്ലിക്കേഷൻ? അപ്പൊ ഈ മെറ്റീരിയൽസ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ച ആപ്ലിക്കേഷൻ ആണ് ഇപ്പൊ യങ്സ് മോഡൽസ് ഒക്കെ പഠിച്ചായിരുന്നല്ലേ? അപ്പൊ യങ്സ് മോഡൽസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിച്ചത്? അതൊക്കെയാണ് ആപ്ലിക്കേഷനിൽ വരും. ഇപ്പൊ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇപ്പൊ ആ ഒരു മെറ്റലിന്റെ അല്ലെങ്കിൽ ആ മെറ്റാലിക് റോപ്പിന്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. മെറ്റാലിക് റോപ്പിന്റെ തിക്നെസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ആണ് വരിക. അല്ലെങ്കിൽ ഇലാസ്റ്റിക് മെറ്റീരിയൽസിന് കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് ഇപ്പൊ വലിയ ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ക്രെയിനിൽ യൂസ് ചെയ്യുന്ന റോപ്പ്, അതൊക്കെ ഒരു വലിയ ആപ്ലിക്കേഷനാണ്. ക്രെയിനിൽ യൂസ് ചെയ്യുന്ന റോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രക്കും ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ള മെറ്റീരിയൽ തന്നെ വേണം, അല്ലെങ്കിൽ അത് ബ്രേക്ക് ആയി പോകത്തില്ല. ഇപ്പൊ ക്രെയിനിനെ നമ്മൾ എന്തെങ്കിലും ഒബ്ജക്ട്സ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അത് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത്രക്കും ഇലാസ്റ്റിക് ബിഹേവിയർ അല്ലാത്ത മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പൊ അത്രയും ഇലാസ്റ്റിക് ബിഹേവിയർ ഉള്ള മെറ്റീരിയൽ വേണം അവിടെ യൂസ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ പറയാം. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മളിപ്പോ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ
ഓക്കെ. പിന്നെ വരുന്നതെന്ന് പറയുന്നത് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിച്ചത്? നമുക്കിപ്പോ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല യങ്സ് മോഡുലസ്. ജസ്റ്റ് നമ്മൾ യങ്സ് മോഡുലസ് എന്താണെന്നാ പഠിച്ചു വെച്ചത്? യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു വെച്ചത്? y is equal to ഇക്വേഷൻ എന്താ പഠിച്ചു വെച്ചത്? യങ്സ് മോഡുലസിന്റെ ഐ മീൻ ഡെഫിനിഷൻ എന്താ പറയാ? യങ്സ് മോഡുലസിനെ എങ്ങനെയാ ഡിഫൈൻ ചെയ്ത് വെച്ചത് എന്തെന്നും പറഞ്ഞ ഇസ് എ റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഓരോ മെറ്റീരിയൽസിനും എന്താ ഉണ്ടാവും? അപ്പോ ഈ പറയുന്ന യങ്സ് മോഡുലസ് ഓരോ മെറ്റീരിയൽസിനും ഓരോരോ ടൈപ്പ് ഓഫ് യങ്സ് മോഡുലസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഈ യങ്സ് മോഡുലസിന്റെ കൺസെപ്റ്റ് അനുസരിച്ചായിരിക്കും ഇപ്പൊ ഫിസിക്സ് കൂടുതലായിട്ട് എടുത്തു പോകുന്നവരാണെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാന്നൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനുണ്ടാവും കറക്റ്റ് ആയിട്ട്, അപ്പൊ മനസ്സിലാവും. ഇപ്പൊ അല്ലാതെ ഇപ്പൊ ഇക്വേഷൻ ആയാലും പഠിക്കാനില്ല. സ്കൂളിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു ഇക്വേഷൻ. YL BD ക്യൂബ് അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാ? ഇത്രയുടെ ബുക്കിൽ ഞാൻ കണ്ടു, പക്ഷെ ബാക്കി നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. YL ക്യൂബ് ബൈ 4BD അങ്ങനെ 4BD ക്യൂബ് എന്ന് പറഞ്ഞ് അതായത് നിങ്ങൾക്ക് അത് എടുത്തിട്ടുണ്ടോ? ഇക്വേഷൻ എടുത്തിട്ടുണ്ടോ? ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എന്താ ചിരിക്കണേ? എന്താ കുറെ നേരം ആയില്ല? എന്താ കാര്യം? ഞാൻ മാറിയിരുന്നു, ഇപ്പൊ തന്നെ മാറിയിരുന്നു രണ്ടുപേരും മാറിയിരുന്നേ. അന്ന് അപ്പുറത്തേക്ക് ഇരിക്കി. നീ ഇവിടെ ഹരിയണിക്ക് ഇപ്പുറത്തേക്ക് വാ, ശരിയാവില്ല. ഓക്കെ, റെഡി ആയ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനത്തെ മെറ്റീരിയൽസ്, ഓരോ മെറ്റീരിയൽസിന്റെയും ബെൻഡിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുക അവർ കറക്റ്റ് ആയിട്ട്? ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരിക പെട്ടെന്ന്? നമുക്ക് കണ്ടിട്ടുള്ളതല്ലേ ബ്രിഡ്ജ്? പാലം കണ്ടിട്ടുള്ളതല്ലേ? അതിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ ചുമ്മാ അങ്ങോട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചാൽ മതിയാകും? അല്ല, എത്രത്തോളം വെയിറ്റ് അതിൽ കയറും, അങ്ങനെ ഒരു കണക്കൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ചുമ്മാ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ ചില ബ്രിഡ്ജിന്റെ മിസ്റ്റേക്ക് കാരണം അത് തകർന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് ഇപ്പൊ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ അതിന് എന്തായിരിക്കും പറ്റുക? മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ വിചാരിക്കും അതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കും കൂടുതൽ അത് പോകുന്നത്. അത് മാത്രമല്ല, മെറ്റീരിയലിന്റെ മാത്രമല്ല, അല്ലാതെ തന്നെ വേറെയും സാധ്യതകളുണ്ട്. ഇപ്പൊ ബ്രിഡ്ജിന്റെ ഷേപ്പ് പറയാനാണെങ്കിൽ ഇപ്പൊ എങ്ങനെയായിരിക്കും ഒരു ബ്രിഡ്ജിന്റെ ഷേപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? അതായത് പാരബോള പോലെയല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ പറഞ്ഞു കാണിക്കാനാണെങ്കിൽ ഒരു ഐ ഷേപ്പിലൊക്കെ കാണിക്കാൻ പറ്റും ചില ബ്രിഡ്ജ് കേട്ടോ. ചില ബ്രിഡ്ജിന്റെ കേസാണ് ഞാൻ ഈ പറയുന്നത്. ഐ ഷേപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ടോപ്പിലും ബോട്ടത്തിലും നല്ല ഏരിയ ഉള്ള രീതിയിലും, അതുപോലെ തന്നെ ഇവിടെ അതായത് ബ്രിഡ്ജിന്റെ ഇടയിലായിട്ട് കുറച്ചിങ്ങനെ തൂണ് പോലെയൊക്കെ സംഭവം കൊടുത്തേക്കണ്ട, പില്ലർ പോലെയൊക്കെ കൊടുത്തേക്കുന്ന കണ്ടിട്ടില്ലേ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ബ്രിഡ്ജ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഇതാണ് ഫിസിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ് അവിടെ ഒക്കെ വരുന്നത്. ഇപ്പൊ ചുമ്മാ ബ്രിഡ്ജ് ഒക്കെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കണമല്ല, അതൊക്കെ ഓരോ ഡിസൈൻ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ഇലാസ്റ്റിക് ബിഹേവിയറിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്ന ബ്രിഡ്ജ് ഒക്കെ ഇല്ലേ, അതൊക്കെ എല്ലാം ഇരിക്കുന്നതിലും ഭേദം അവിടെ തന്നെ ഇരിക്കണത്. അപ്പൊ ഈ സ്റ്റീൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയാ. സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയാൽ അത് പൊട്ടിപ്പോവാറുണ്ടോ? നിങ്ങൾ ഫോർ എക്സാമ്പിൾ തൂക്കുപാലം അതിലൊക്കെ കേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കാണിക്കാനാണെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടാ കയ്യില്? ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. അതിലുണ്ടാന്നറിയില്ല, ഞാൻ ഗൂഗിളിൽ നോക്കട്ടെ. പാട്ട് വേണ്ട, ഞാൻ കാണിച്ചു. സംസാരിക്കല്ലേ. വലിയ സീനൊന്നും കിട്ടുന്നില്ല. എന്റെ മാക്സിമം കുറെ കഴിയുമ്പോൾ പറഞ്ഞു
നോക്കിക്കോ, ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇതിന്റെ ഈ പില്ലർ വന്നേക്കുന്നുണ്ട് ഒരു ഐ ഷേപ്പ് അല്ലേ വന്നേക്കുന്നത്. താഴേക്ക് നോക്കണ്ട, ടോപ്പിൽ മാത്രം നോക്കുക. കണ്ട, ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട് പ്രത്യേക കാരണങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ് അത് അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ട, ഐ ഷേപ്ഡ്. ഇത്രയും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, നോക്കിയിട്ട് കണ്ട, നോക്കിയേ, ഒരു ഐ ഷേപ്പിലാണ് അത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ട, അതായത് തിക്നെസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ആ ഒരു പോർഷൻ ടോപ്പിലും താഴെയും മാത്രം കറക്റ്റ് ഏരിയ വന്നിട്ടുണ്ട്. ഈ നടുക്ക് പോർഷനിൽ എന്താ വന്നിരിക്കുന്നത്, ഏരിയ വേറെ രീതിയിലാണ് അത് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തത്. അങ്ങനെ സ്പെഷ്യലി കൺസ്ട്രക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഓക്കെ, ഫിസിക്സ് അല്ല, ഈ യങ്സ് മോഡുലസിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് അവർ ഇപ്പൊ സ്റ്റീലിന്റെ കേസ് കാണിക്കാനാണെങ്കിൽ സ്റ്റീലിന്റെ കേസ് കാണിക്കാനാണെങ്കിൽ ഇങ്ങനെ വരും. ഈ ബ്രിഡ്ജും നിക്കത്തില്ല, എത്ര വെയിറ്റ് കയറിയാലും ഇത് നിൽക്കും. കാരണം എന്താ, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജാ. നോക്കിക്കേ, ഈ ബ്രിഡ്ജ് കണ്ട, ഈ ബ്രിഡ്ജിലായാലും എത്രത്തോളം വെയിറ്റ് വേണമെങ്കിലും ഇതിൽ കയറും, പക്ഷെ അത് ബ്രേക്ക് ആയി പോവാറുണ്ട ഇല്ല. കാരണം അതെന്താണ്, അങ്ങനത്തെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മെറ്റീരിയലിന്റെ യങ്സ് മോഡൽസ്, ഇപ്പൊ സ്റ്റീലിന് ഒരു യങ്സ് മോഡൽസ് ഉണ്ട്, അപ്പൊ അത്രയും യങ്സ് മോഡൽസ് ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് എന്തായി പോവാത്തത്, ബ്രേക്ക് ആയി പോവാത്തത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ എല്ലാത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഈ ഇലാസ്റ്റിസിറ്റി വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോട്ട് എഴുതി തരാം. ജസ്റ്റ് ആ ഷേപ്പ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഐ ഷേപ്പിലാണ് നമ്മൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുക. ഐ ഷേപ്പിലായിരിക്കും അതിന്റെ ആ ഒരു പില്ലേഴ്സ് വരുന്നതിന് ഷേപ്പ് ഐ ഷേപ്ഡ് ആയിട്ടാണ് പറയുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഇത്രയും വരുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ചാപ്റ്ററിൽ ഫസ്റ്റ് തൊട്ട് പറയാനാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ, ഇലാസ്റ്റിസിറ്റി എന്താന്ന് നോക്കുക. ഇലാസ്റ്റിസിറ്റി എന്താ, ഈ ചാപ്റ്ററിൽ എന്താ നമ്മൾ പഠിച്ചത്, ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയുന്നു. എന്തൊക്കെയാ പഠിച്ചത് ചാപ്റ്ററിൽ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് ആണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റിജിഡ് ബോഡിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. ആ ക്വസ്റ്റ്യൻ ചോദിക്കോട്ടെ, ശ്രദ്ധിച്ചിരുന്നോ? റിജിഡ് ബോഡിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി. ഐഡിയ കിട്ടി. അപ്പൊ നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്താന്ന് പറഞ്ഞു. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആരും ഒന്നും പഠിക്കണില്ല. ഇന്നല്ലേ ഞാനൊരു ടെസ്റ്റ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ലേ ടെസ്റ്റ്. പക്ഷെ വെനസ്ഡേ ഞാൻ വന്നില്ല. ഓക്കെ, അപ്പൊ അത് കഴിയുമ്പോ അടുത്ത ദിവസത്തേക്ക് ആകുമല്ലോ അത്. ആകും, എന്നാലും ഒന്നും നോക്കാതെ വന്നിരിക്കണല്ലേ. ഓക്കെ, പറയ്, ഇലാസ്റ്റിസിറ്റി എന്താ? The property of a material body by virtue of which it regain its original shape and state after the removal of deforming force. നല്ല എക്സ്പ്രഷൻ ഇടുന്നുണ്ട്, ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇലാസ്റ്റിസിറ്റി അങ്ങനെ പറഞ്ഞു. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താ, ഒരു ബോഡിയിലേക്ക് നമ്മൾ ഒരു എക്സ്ട്രാ ഫോഴ്സ് കൊടുക്കുന്നു. ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബോഡി ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തുവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. എക്സാമ്പിൾ ഞാൻ റബ്ബർ ബാൻഡ് വെച്ച് കുറെ പ്രാവശ്യം വലിച്ചിട്ട് ഇങ്ങനെ കാണിച്ചൊക്കെ തന്നായിരുന്നു, എന്നിട്ടും ആരും എത്തുന്നില്ല. ഓക്കെ, ദെൻ വാട്ട് ഇസ് പ്ലാസ്റ്റിസിറ്റി? അപ്പൊ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുക? പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും മീൻ ചെയ്യുക? ബോഡി എന്ത് ചെയ്യത്തില്ല, റീഗെയിൻ ചെയ്ത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തത്തില്ല. അതായത് ഷേപ്പിലേക്കും സൈസിലേക്കും ബോഡിക്ക് എത്താൻ പറ്റത്തില്ല. ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് അതില്? സ്ട്രെസ് എന്താന്ന് പഠിച്ചു. വാട്ട് ഈസ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? പല പല എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞതാ. സ്ട്രെസ് എന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാരും പറഞ്ഞ് പ്രഷർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുക? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയാം. പിന്നെ എത്ര ടൈപ്പ് സ്ട്രെസ് ഉണ്ട്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ട്, വോളിയം സ്ട്രെസ് ഉണ്ട്, ഷിയറിംഗ് സ്ട്രെസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിനിലേക്ക് വന്നു. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞ? സ്ട്രെയിൻ, വാട്ട് ഈസ് സ്ട്രെയിൻ? റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ടു ദ ഒറിജിനൽ കോൺഫിഗറേഷൻ ഓഫ് ദ ബോഡി. അപ്പൊ നമ്മൾ സ്ട്രെയിനും പല ടൈപ്പ് സ്ട്രെയിൻ നമ്മൾ പറഞ്ഞു. എത്ര ടൈപ്പ് സ്ട്രെയിൻ പറഞ്ഞ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ പറഞ്ഞ്, ഇതുപോലെ തന്നെ വോളിയം സ്ട്രെയിൻ പറഞ്ഞ്, പിന്നെ ഷിയറിംഗ് സ്ട്രെയിൻ പറഞ്ഞ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഓർത്ത് പഠിക്കാം. ഏതാണ്? ഹൈഡ്രോ, അത് അടുത്ത ചാപ്റ്ററിൽ കയറുമ്പോ പറയാം, അവിടെ നിന്ന് വരും. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞ് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഹൂക്സ് ലോ. ഓക്കെ, ഹൂക്സ് ലോ എന്താ പറഞ്ഞ? ഹൂക്സ് ലോ, ഹൂക്സ് ലോ വിത്ത് ഇലാസ്റ്റിക് ലിമിറ്റ്. വിമലൊക്കെ ഈ ക്ലാസ്സിലേ ഉണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാരെയും മനസ്സിലാവും, ആർക്കൊക്കെ എന്തൊക്കെ അറിയാവുന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പറഞ്ഞോ ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്താ പറയാ? ഹരി പറയട്ടെ. ഹൂക്സ് ലോ മിണ്ടാതിരിക്കണേ കുറച്ചു നേരമായിട്ട്. പറ, ഹൂക്സ് ലോ എന്താ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഹൂക്സ് ലോ എന്ന് പറയാം. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് പറയുന്ന പേരെന്താ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ എത്ര ടൈപ്സ് പഠിച്ച്? ഏതൊക്കെയാ പഠിച്ച്? യങ്സ് മോഡുലസ് പഠിച്ച്, ബൾക്ക് മോഡുലസ് പഠിച്ച്, ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ് എന്ന് അതിനെ പറയും. ഓക്കെ, ഇനി യങ്സ് മോഡുലസ് എന്താന്നാ നമ്മൾ പഠിച്ചേ? ആരോണ്ട് വേണോ പറയാൻ? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ? യങ്സ് മോഡുലസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതായിരുന്നു?
y. ഓക്കെ, ദെൻ അടുത്തത് ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. വോളിയം സ്ട്രെസിന്റെ പ്ലേസിൽ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്തത് അവിടെ? ഡെൽറ്റ പി. ഡെൽറ്റ പി എന്ന് പറയാൻ കാര്യം എന്താ? പ്രഷർ ആണ്. നമ്മൾ വോളിയം പ്രഷറും കൂടി റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ പ്രഷർ പറയുന്നു. നെക്സ്റ്റ് വൺ, അടുത്തത് എന്താ നമ്മൾ പഠിച്ചത്? ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. അതിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചേ? കഴിഞ്ഞു. എഫ് ബൈ എ തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച് നോക്കിയേക്കട്ടാ കിട്ടാത്തവര്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചേ? സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിച്ചു. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. ഇരുന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കാം. സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിച്ച് പിന്നെ പ്രോബ്ലംസ് ഞാൻ ചെയ്യിപ്പിച്ചേക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്, അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാത്ത രീതിയിൽ ചോദിക്കത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അതൊന്ന് കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തുക. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതുക, ഞാൻ പറഞ്ഞ രീതിയിൽ എടുത്ത് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ വന്നാലും ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിക്കുള്ളൂ. കൂടുതലും മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഒന്നില്ലെങ്കിൽ കർവ് തന്നിട്ടുണ്ടാവും, തന്നിട്ട് ഏതൊക്കെ പോർഷൻ ആണ്, എ ബി എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ ഡി ഇ എന്ന് പറയുന്ന പോർഷൻ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അത് നോക്കി വെച്ചേക്കാം. പിന്നെ ഇപ്പൊ പഠിച്ച പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞേ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇവിടെയാണ്, പക്ഷെ വേറെ എവിടെയോ ആണ്. 5 മാർക്കിനൊന്നും പറ്റില്ല, അല്ല 2 or 3, 4 അങ്ങനെ വരും. പിന്നെ ആപ്ലിക്കേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്തൊക്കെ ആപ്ലിക്കേഷൻ വരികയെന്ന്? മെറ്റാലിക് റോപ്പിന് വരും. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, ബ്രിഡ്ജിന്റെ ഡിസൈൻ, ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാ വരുന്നത് അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കറക്റ്റ് ആയിട്ട് ഈ മെറ്റീരിയലിന്റെ ഇതിനെ പോലെ തന്നെ ഇരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വൃത്തിയായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാം, അല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാം. ഇതിന്റെ നോട്ട് ഞാൻ എഴുതിയിട്ടേക്കാവേ. ഓക്കെ, അടുത്ത ചാപ്റ്റർ എഴുതിക്കോ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. നയനാണെന്നോ? 9. ഇനിയാണുള്ളത്. ഇത് ഫ്ലൂയിഡ് ആയിട്ടുള്ളത്. ഇനി തെർമൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്, കൈനറ്റിക് തിയറി ഉണ്ട്, വേവ്സ് ഉണ്ട്, ഓസിലേഷൻ ഉണ്ട്. വേവ്സ് ഓസിലേഷൻ ഒക്കെ സിമ്പിളാ, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. കൈനറ്റിക് തിയറി ചിലപ്പോ നിങ്ങൾക്ക് സെമിനാർ ആയിരിക്കും കേട്ടോ സ്കൂളിൽ, അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്റർ ശ്രദ്ധിച്ചേ. അപ്പൊ ഇനിയുള്ള ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ നമ്മൾ സോളിഡിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി. ഇതൊക്കെ പുതിയ കാര്യങ്ങളല്ലേ, 9th നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഏകദേശം ഞാൻ പറഞ്ഞു, നമ്മൾ 11th തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞായിരുന്നു. 9th നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ, ആ ലോസ് ഓഫ് മോഷൻ അതോടെയൊക്കെ തീരും. വർക്ക് എനർജി വരെയൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് എല്ലാം തീർന്ന്. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ സോളിഡിനെ പറ്റി അറിയാം. പക്ഷെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു സോളിഡ് എന്താണ്, സോളിഡിനുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ച്. സോളിഡിനുള്ള ഒരു പ്രോപ്പർട്ടി പറയാൻ പറ്റുമോ ദിയ? സോളിഡിനുള്ള ഒരു പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി പറയാൻ പറ്റുമോ സോളിഡിനുള്ള? ഇപ്പൊ നമ്മൾ സോളിഡ് എന്ന് പറയുന്ന ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് ആണ് നമ്മൾ കഴിഞ്ഞത്. ഒരു സോളിഡിന് ഉള്ള ഒരു പ്രോപ്പർട്ടി പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, സോളിഡിനുള്ള ഒരു പ്രോപ്പർട്ടി. അത് ഇതിന്റെ ഇരിക്കും, കുഴപ്പമില്ല. പാർട്ടിക്കിൾസ് റിജിഡ് ആയിരിക്കും. ഓക്കെ, അല്ലാതെ തന്നെ ഒരു പ്രോപ്പർട്ടി പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രോപ്പർട്ടി, ഒരു സോളിഡിന്റെ ഒരു പ്രോപ്പർട്ടി പറയാൻ പറഞ്ഞാൽ ഏത് പറയാൻ പറ്റും? ഇത് ഷേപ്പ് ആണ്. ഓക്കെ, അതൊക്കെ നമ്മള് എന്താ പറയാ, വിമലെ നേരെ ഇരുന്ന വിമലെ. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്താ പറയാ, ഫിക്സ്ഡ് ആണ്, ക്ലോസ്ലി പാക്ഡ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ എന്തിലും പഠിച്ചതാണ്. 9th തൊട്ട് പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളല്ലേ അതൊക്കെ. നമ്മൾ ഈ ചാപ്റ്ററിൽ പുതിയതായിട്ട് എന്താ നമ്മൾ പഠിച്ചത്? പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് പഠിച്ചപ്പോ നമ്മൾ എന്താ പഠിച്ചത്? എലാസ്റ്റിസിറ്റി, അതല്ലേ പറയേണ്ടത്. ഓക്കെ, എലാസ്റ്റിസിറ്റിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. സോളിഡിനുള്ള ഒരു വൺ ഓഫ് ദ മെയിൻ പ്രോപ്പർട്ടി ആണ് എലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. ചില സോളിഡ്സിന് എന്തുണ്ട്, പ്ലാസ്റ്റിസിറ്റി ആണെന്ന് പറയും. ഇതൊക്കെയാണ് എലാസ്റ്റിസിറ്റി പറയായിരുന്നല്ലോ. എടാ, എലാസ്റ്റിസിറ്റി അല്ലേ പുതുതായിട്ടൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പൊ എലാസ്റ്റിസിറ്റി ആണ് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായല്ല? അതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്
ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്ടാ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ ഈ സോളിഡ് ഒരു ചാപ്റ്റർ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അതിന്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഒക്കെ എനിക്കറിയാം, അത് ഓക്കെ. അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചത്. അതാണ് ഇലാസ്റ്റിസിറ്റി പറയേണ്ടത്. ഓക്കെ, ദിയ പറഞ്ഞതും വേദ പറഞ്ഞതും മിത്ര പറഞ്ഞതും ഒക്കെ കറക്റ്റാ. തെറ്റാണെന്ന് ഞാൻ പറയുന്നത് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഓക്കെ വിട്ടേക്ക്. ഓക്കെ, പറയാത്തത് നന്ദന മനസ്സിലോർത്തതൊക്കെ കറക്റ്റാ, പക്ഷെ ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. ഇലാസ്റ്റിസിറ്റി ആണ് മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി. അജയ് അല്ല ആരോട് ഉറക്കത്തിലിരുന്ന് പറഞ്ഞതും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാ. ഫ്ലൂയിഡ് എന്താ? എന്റെ പേനയാണത്. ഫ്ലൂയിഡ് അങ്ങനെ മിണ്ടാതിരിക്കട്ടെ. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എടുത്തോ. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോ എന്താ? പെട്ടെന്ന് ഒരു ഫ്ലൂയിഡ് എന്ന് പറയുമ്പോ എന്താ മനസ്സിലേക്ക് വരുന്നത്? വെള്ളം അല്ലെ? വാട്ടർ ആണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോ. ആ ഫ്ലൂയിഡിന് ഇപ്പൊ വെള്ളത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്താ? അതെന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും അല്ലെ? അപ്പൊ ഫ്ലോ ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും നമുക്ക് എന്തായിട്ട് പറയാം? ഫ്ലൂയിഡ് ആയിട്ട് പറയാം. ആ ഫ്ലൂയിഡിനെ പറ്റിയാണ് ലിക്വിഡും ഗ്യാസും എന്തിൽ വരും? ഫ്ലൂയിഡ്സിൽ വരും. ഓക്കെ, ഗ്യാസും ഫ്ലോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഗ്യാസും ലിക്വിഡും എന്തിൽ തന്നെ വരും? എന്തിന്റെ കാറ്റഗറിയിൽ തന്നെ വരും? ഫ്ലൂയിഡിന്റെ കാറ്റഗറിയിൽ തന്നെ വരും. പക്ഷേ രണ്ടിന്റെ ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് അല്ലേ? ഇപ്പൊ ബേസിക്കലി ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് പറയാനാണെങ്കിൽ ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഡിഫറൻസ് പറയാനാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഇന്റർമോളിക്കുലർ സ്പേസ് രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എന്താ? ഡിഫറെന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഏതാണ്? ഓക്കെ, അതന്നെ പറഞ്ഞത്. അതാ പറഞ്ഞ രണ്ടിന്റെ ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഫ്ലോ ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസിനെ നമുക്ക് എന്തിന്റെ കാറ്റഗറിയിൽ പെടുത്താം? ഫ്ലൂയിഡ്. അപ്പൊ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താന്നൊരു ഐഡിയ കിട്ടിയല്ല. ഫ്ലോ ചെയ്യുന്ന എല്ലാ സബ്സ്റ്റൻസിനെ നമുക്ക് ആരുടെ കാറ്റഗറിയിലാക്കാം? ഫ്ലൂയിഡിന്റെ കാറ്റഗറിയിലാക്കാം. ഇനി നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് ഫ്ലൂയിഡ്സിനെ പറ്റിയാ പഠിക്കാനുള്ളത്. അതായത് ഫ്ലൂയിഡ് തന്നെ റെസ്റ്റിലിരിക്കുന്ന കണ്ടീഷനും ഉണ്ട്, ഫ്ലൂയിഡ് തന്നെ ഫ്ലോ ചെയ്യുന്ന കണ്ടീഷനും ഉണ്ട്. ഇപ്പൊ ഒരു വാട്ടർ ഞാൻ പാത്രത്തിൽ ഒരു വെസലിൽ എന്തെങ്കിലും ഞാൻ എടുത്തു വെച്ചിരിക്കാന്ന് വിചാരിക്കാം. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അതിന് ഈ പറഞ്ഞ ഫ്ലോ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്നിരുന്നാലും അത് ഫ്ലൂയിഡ് തന്നെയല്ലേ? അപ്പൊ അങ്ങനെ റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിനെ പറ്റിയുള്ള സ്റ്റഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് പറയും. എന്താ പറയാ? ഹൈഡ്രോസ്റ്റാറ്റിക്. ഇനി അല്ലാതെ നമ്മളൊരു റിവറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്ലൂയിഡ് ആണ്. ആ ഫ്ലൂയിഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഞാൻ അനങ്ങാതെ തന്നെ നിൽക്കുവോ? ഇല്ല. എന്തായിരിക്കും? ചെറിയൊരു ഫ്ലോ അതിനുണ്ടാവും. അപ്പൊ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോഡൈനാമിക്സ്. ഇതിനെ പറ്റിയായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറഞ്ഞു പോവാ. അപ്പൊ ഫ്ലൂയിഡ് എന്താന്ന് കിട്ടിയല്ല. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ? ഫ്ലോ ചെയ്യുന്ന സബ്സ്റ്റൻസ് എല്ലാം എന്തിന്റെ കാറ്റഗറിയിൽ വരും? ഫ്ലൂയിഡിന്റെ കാറ്റഗറിയിൽ വരും. ഇനി ഫ്ലൂയിഡ് തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് സ്റ്റഡിയാണ് ഫ്ലൂയിഡിനെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. ഓരോ ബ്രാഞ്ചാ. ഇനി ഈ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഈ ബ്രാഞ്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. ജസ്റ്റ് ബേസ് കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ പറഞ്ഞു പോവാ. പക്ഷെ ഈ ഫ്ലൂയിഡിനെ പറ്റി പഠിക്കുന്ന മാത്രമായിട്ടുള്ള സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക്സും ഹൈഡ്രോഡൈനാമിക്സ് ആയിട്ട് പറയാം. അപ്പൊ സ്റ്റാറ്റിക് മീൻസ് എന്താ നമ്മൾ പറയാ? നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ റെസ്റ്റ്. അപ്പൊ ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക്. ഇനി ആ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോഡൈനാമിക്സ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് എഴുതിക്കോ. ഫ്ലൂയിഡ് എന്താന്നൊന്നും പറയണ്ടല്ലോ, അതൊക്കെ അറിയാവുന്നതല്ലേ? വേണ്ട, ഫ്ലൂയിഡ് ഒന്നും പറയണ്ട. വിമൽ എഴുതിക്കോ. ഫ്ലൂയിഡ് ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഫ്ലോ. A fluid is a substance that can flow. ബാക്കിയുള്ളവർ എഴുതാൻ എഴുതിക്കോ ഇൻട്രൊഡക്ഷൻ പോലെ. A fluid is a substance that can flow. So the term fluid include എന്തൊക്കെ വരും? ഫ്ലൂയിഡ്സിൽ എന്തൊക്കെ വരും? അപ്പൊ ലിക്വിഡും വരും, ഗ്യാസും വരും. ഓക്കെ, സോളിഡിനെ പറ്റി ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്ന ആരൊക്കെ പറ്റിയാ? ലിക്വിഡിനെ പറ്റിയും ഗ്യാസിനെ പറ്റിയാൻ പറയാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിൽ ആര് മാത്രമായിരിക്കും? ലിക്വിഡ് മാത്രം ആയിരിക്കത്തില്ല വരിക, ഗ്യാസിന്റെ കാര്യവും വരും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറയും. അപ്പൊ ഗ്യാസിന്റെ കാര്യം കൂടെ വരും. അപ്പൊ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും. പെട്ടെന്ന് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ലിക്വിഡിനെ മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുക. പക്ഷെ ലിക്വിഡ് മാത്രമല്ല, ഈ കാറ്റഗറിയിൽ ആരും കൂടെ വരും? ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, ഈ കാറ്റഗറിയിൽ ലിക്വിഡും വരും, ഗ്യാസും വരും. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ലിക്വിഡിനെ പറ്റിയാണെങ്കിലും ആ കാറ്റഗറിയിൽ രണ്ടുപേരും വരും. ഓക്കെ, അപ്പൊ എഴുതിയാ. സോ ദ ടേം ഫ്ലൂയിഡ് ഇൻക്ലൂഡ് ബോത്ത് ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇനി അടുത്തത് ഫസ്റ്റ് വൺ ഹൈഡ്രോസ്റ്റാറ്റിക് എഴുതിക്കും. ഹൈഡ്രോസ്റ്റാറ്റിക്. It is a branch of physics, hydrostatics. It is a branch of physics which deals with the study of fluid
which deals with the study of fluid. Hydrostatics, it is a branch of physics which deals with the study of fluid which is at rest. Which is at rest. Hydrodynamics, അടുത്തത് hydrodynamics. Hydrodynamics. It is a branch of physics. It is the branch of physics which deals with the study of fluid, bracket which is in motion. Which is in motion. ഓക്കെ, ഇനി നമ്മൾ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞു പോകാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാലോ. ലിക്വിഡിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ഗ്യാസിന്റെ ഷേപ്പ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അത് ഒക്യുപ്പൈ ചെയ്യുന്ന കണ്ടെയ്നറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ പോയിന്റ് ഒക്കെ എഴുതി വെക്കണം, വേണ്ടല്ലോ, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇനി ഓക്കെ, ഇനി ഈ ലിക്വിഡിനുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അടുത്തത് പ്രഷർ എഴുതിക്കോ. പ്രഷറൊക്കെ അറിയാവുന്നതാണ്, എന്നാലും ജസ്റ്റ് അതിന്റെ പ്രോപ്പർട്ടീസ് പറയണേൽ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷർ ഇറ്റ് ഇസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റും ഡയമെൻഷനും എഴുതിക്കേ. പ്രഷർ ഇറ്റ് ഈസ് ദ നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് എന്താ വരിക? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ഡയമെൻഷൻ ഓക്കെ. ഇനി അടുത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ അറ്റ് ദ സീ ലെവൽ. ഒരു സീ ലെവലിലുള്ള നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ. അടുത്ത് എഴുതിക്കോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഡെറിവേഷനിലേക്ക് ഒന്നും കയറിയിട്ടില്ല. ആ ഡെറിവേഷൻ ഉണ്ട്, നല്ല ഡെറിവേഷൻ ഉണ്ട് ഈ ചാപ്റ്ററിൽ. Atmospheric pressure, it is the pressure exerted by the atmosphere. It is the pressure exerted by the atmosphere at the sea level. 1 atmospheric pressure equal to, ഈ വാല്യൂ എഴുതി വെച്ചു. 1 atmospheric pressure equal to 8 atm. ഓക്കെ, അടുത്തത് ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എഴുതിക്കോ. വേഗം എഴുതിപ്പോയിക്കോട്ടെ, ജസ്റ്റ് ചെറിയ പ്രോപ്പർട്ടീസാ പറഞ്ഞു പോണത്. അടുത്തത് ഡെൻസിറ്റി. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. യൂണിറ്റ് kilogram per meter cube. Dimension ml raised to -3. ഓക്കെ, അടുത്തത് റിലേറ്റീവ് ഡെൻസിറ്റി. അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്താൽ മതി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ, 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ, എന്നിട്ട് നമുക്ക് പറയാം. റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ എന്താ പഠിച്ചത്? അതിനെ തന്നെ കമ്പയർ ചെയ്ത് നമുക്ക് പറയാം. റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്നാ പഠിച്ചു വെച്ചത്? വെലോസിറ്റി, ഒരാളുടെ വെലോസിറ്റിനെ കമ്പയർ ചെയ്ത് നമ്മൾ വേറൊരാളുടെ വെലോസിറ്റിനെ പറയാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി. ഇപ്പൊ 2 കാർ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ കമ്പയർ ചെയ്ത് പറയും. ഇപ്പൊ ഈ കാറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മറ്റേ കാറിനെ വെച്ച് ഡിപ്പെൻഡ് ചെയ്യാനാണെങ്കിൽ കുറവാണ്, കൂടുതലാണ്, അങ്ങനെയൊക്കെ പറയത്തില്ല. അത് ഓർമ്മയുണ്ടായി. ഇപ്പൊ 3 കാർ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. A, B,
സി. 3 കാർ മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. ബിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എനേക്കാളും കൂടുതലാണ്, സിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എനേക്കാളും കുറവാണ്. ഇവിടെ അപ്പൊ നമ്മൾ ആരെ റിലേറ്റ് ചെയ്താൽ ഇവരുടെ രണ്ടുപേരുടെ വെലോസിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എ അല്ലെ. ബിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്ന കാറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എനേക്കാളും കുറവാണ്. ഓക്കെ, ഇനി സി എന്ന് പറയുന്ന കാറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എനേക്കാളും കൂടുതലാണ്. അപ്പൊ എനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ബിയുടെയും സിയുടെയും കേസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എനെ റിലേറ്റ് ചെയ്താണ് നമ്മൾ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്തെന്നാ എഴുതി വെച്ചേക്കുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരുടെ ഡെൻസിറ്റിനെ കമ്പയർ ചെയ്തായിരിക്കും പറയാൻ പോകുന്നത്? മെയിൻ ആയിട്ട് ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഓർമ്മ വരാന്നാ പറഞ്ഞത്? വാട്ടർ ആയിരിക്കും ഓർമ്മ വരിക. അപ്പൊ ഇനി നമ്മൾ ഏതൊരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി പറയുവാണെങ്കിലും ആരുടെ ഡെൻസിറ്റിനെ കമ്പയർ ചെയ്ത് പറയും? വാട്ടറിന്റെ. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വാട്ടറിന്റെ ഡെൻസിറ്റിനെ കമ്പയർ ചെയ്തിട്ടായിരിക്കും ആ ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി പറയാം. അപ്പൊ എഴുതിക്കോ, റിലേറ്റീവ് ഡെൻസിറ്റി ഇറ്റ് ഈസ് എ റേഷ്യോ കുഴപ്പമില്ല, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് density of a substance to the density of water. Density of substance to the density of water. അപ്പൊ ഇതിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലായല്ലോ? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും. ഇപ്പൊ കെറസിൻ തന്നിട്ടുണ്ടോ? അപ്പൊ കെറസിന്റെ ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറയും. റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവർ വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ഒരിക്കലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എഴുതി വെച്ചു. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കോട്ടെ. ഇപ്പൊ നമുക്ക് ചോദിക്കുന്നത് എന്തിനാന്ന് പറയാം. ചോദിക്കുന്നത് കാൽവേദനയാണെങ്കിൽ കുഴപ്പമില്ല, വെച്ചോ. ചോദിക്കുന്നത് ഇപ്പൊ എന്തിന്റെ പറയാൻ പറ്റില്ല. ഇപ്പൊ ബ്ലഡിന്റെ കണ്ടുപിടിക്കാനുണ്ടാവും, എയറിന്റെ കണ്ടുപിടിക്കാനുണ്ടാവും, സീ വാട്ടറിന്റെ കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പൊ ഫൈൻഡ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സീ വാട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സീ വാട്ടറിന്റെ വെലോസിറ്റി നമുക്ക് അവിടെ തന്നിട്ടുണ്ടോ? ഡെൻസിറ്റി നമുക്ക് അവിടെ തന്നിട്ടുണ്ടാവും. സീ വാട്ടറിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ടാവും. എന്നിട്ട് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇപ്പൊ എന്താ എഴുതി വെച്ച ഇക്വേഷൻ ആയിട്ടൊന്ന് എഴുതി വെച്ച റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. റിലേറ്റീവ് ഡെൻസിറ്റി ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അങ്ങനെ ഒരു ഇക്വേഷൻ ആക്കി ഒന്ന് ബോക്സ് ചെയ്ത് വെക്കും. പ്രോബ്ലം ഉണ്ടാന്ന് നോക്കട്ടെ. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഈ വാട്ടർ എന്ന് പറയുമ്പോ അപ്പോ രണ്ടിനും ഒരേ ഡെൻസിറ്റി ആയിരിക്കും. ഓക്കെ, അടുത്തത് എഴുതിക്കോ. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ ഞാനൊരു സിലിണ്ടർ ഇവിടെ കൺസിഡർ ചെയ്ത്, ഓക്കെ, ഒരു വെസല് കൺസിഡർ ചെയ്ത് അതിന്റെ ഉള്ളില് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, അതുപോലെ തന്നെ ഇവിടെയും ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ 2 പോയിന്റിലെ പ്രഷർ സെയിം ആയിരിക്കും? പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. 2 പോയിന്റിലെ പ്രഷർ ഡിഫറെന്റ് ആയിരിക്കും. ഇതിനെ ഞാൻ P1 എന്ന് എടുത്തു, ഇതുപോലെ തന്നെ ഇതിനെ ഞാൻ P2 എന്ന് എടുത്തു. ഓക്കെ, അപ്പൊ ഈ ഒരു വെസലിലേക്ക് ഒരു എന്താ പറയാ അപ്വേർഡ് പ്രഷറും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഡൗൺവേർഡ് പ്രഷറും എഫക്ട് ചെയ്യും.
അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രഷർ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ലിക്വിഡ് കൺസിഡർ ചെയ്യുക, ലിക്വിഡ് അല്ല, ഐ മീൻ ഒരു വെസൽ കൺസിഡർ ചെയ്യുക, വെസൽ ഓർ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുക, ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുക. ആ സിലിണ്ടറിൽ ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യും, 2 പോയിന്റ്, ഏതെങ്കിലും 2 പോയിന്റ് കൺസിഡർ ചെയ്യുക. ആ 2 പോയിന്റിലെ പ്രഷർ എന്തായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. സെയിം ലെവലിലുള്ള പോയിന്റ് അല്ല ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. സെയിം ലെവലിലാണെങ്കിൽ എന്തായിരിക്കും പറയാ, പ്രഷർ സെയിം ആയിട്ട് സെയിം ലെവൽ അല്ല കൺസിഡർ ചെയ്തേക്കണം. രണ്ടും 2 ഡിഫറെന്റ് ലെവലാണ് കൺസിഡർ ചെയ്തേക്കണം. ഇവിടെയും ഒരെണ്ണം കൺസിഡർ ചെയ്തു, അതുപോലെ തന്നെ ഇവിടെയും കൺസിഡർ ചെയ്തു. അപ്പൊ ഈ പോയിന്റിലും ഈ പോയിന്റിലും ഇവിടെ നിന്ന് താഴേന്ന് എന്തുണ്ടാവും, ഒരു ഡൗൺവേർഡ് പ്രഷർ ഉണ്ടാവും, ടു അപ്വേർഡിലേക്ക് ഒരു പ്രഷർ ഉണ്ടാവും, അതുപോലെ തന്നെ പൊക്കത്തുനിന്ന് താഴേക്കും എന്തുണ്ടാവും, ഒരു ഡൗൺവേർഡ് പ്രഷർ ഉണ്ടാവും. 2 രീതിയിലും പ്രഷർ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 2 പോയിന്റിലുള്ള പ്രഷറിന്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രഷർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ P2 മൈനസ് P1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിലേക്കാണ് നമ്മൾ ചെയ്തെത്തിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു സിലിണ്ടറാ, സിലിണ്ടറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അല്ല വേണ്ട, വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ വോളിയം എടുക്കാനാണെങ്കിൽ വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് ഞാൻ എടുത്ത്. ഇനി ഈ ലിക്വിഡിന് ഒരു ഡെൻസിറ്റി ഉണ്ടാവില്ലേ, സ്റ്റെപ്പ് ആയിട്ട് ആലോചിച്ച് വരിക. ഫസ്റ്റ് തന്നെ നമ്മളൊരു സംഭവം കൺസിഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പോയിന്റിലും ഡിഫറെന്റ് ആയിരിക്കും പ്രഷർ. പ്രഷറിന്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഞാനിപ്പോ ഈ വെസൽ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് A ഇൻറ്റു H എന്ന് പറയും. ഉറപ്പൊക്കെ വരുന്നുണ്ടാവും, എനിക്ക് മനസ്സിലാവും, ഫിസിക്സാ പഠിക്കണത്, പക്ഷെ സഹിച്ചിരിക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. എക്സാമിന് മാർക്ക് വേണ്ടേ, അപ്പൊ പിന്നെ പഠിക്കണം. ഓക്കെ, ഏരിയ ഇൻറ്റു H. ഇനി നമുക്ക് ഡെൻസിറ്റി, ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാ, ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോ പഠിച്ചത്. എന്താ പഠിച്ചത്, ഡെൻസിറ്റി ഈക്വൽ ടു അടുത്ത ഒരു പ്രോപ്പർട്ടി, ആകെ 2 പ്രോപ്പർട്ടി ഞാനിപ്പോ പറഞ്ഞ, ഡെൻസിറ്റിയും പറഞ്ഞു, പ്രഷറും പറഞ്ഞു. പ്രഷറിന്റെ ഇക്വേഷൻ എന്താ, ആരോടെ അപ്പൊ ഉറക്കാൻ പോകും. പ്രഷറിന്റെ ഇക്വേഷൻ എന്താ, ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഇനി അടുത്തത് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ, നന്ദന ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ, മാസ് ബൈ വോളിയം. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ വോളിയം ആണ് അല്ലെ. അപ്പൊ മാസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, റോ ഇൻറ്റു വി എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇനി വിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വിക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ഏരിയ ഇൻറ്റു H. അപ്പൊ M ഇസ് ഈക്വൽ ടു A ഇൻറ്റു H. ഓക്കെ, ഇനി വെയിറ്റ് കൺസിഡർ ചെയ്യാനാണെങ്കിൽ, ആ ഒരു ലിക്വിഡിന്റെ വെയിറ്റ് കൺസിഡർ ചെയ്യണമെങ്കിൽ W ഈക്വൽ ടു mg. അപ്പൊ എന്ത് വന്ന എമ്മിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, H ഇൻറ്റു G. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി നമ്മൾ പ്രഷർ ഡിഫറൻസിലേക്കാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. പ്രഷർ ഡിഫറൻസ് പറയാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2 പോയിന്റിലെയും പ്രഷർ ഡിഫറൻസ് പറയണം അല്ലെ. 2 പോയിന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് P1 ആണ്. P1 ഈക്വൽ ടു പ്രഷർ എന്ത് പറയാം അവിടുത്തെ, P1 ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെ. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇവിടുത്തെ പ്രഷർ ഡിഫറെന്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. പ്രഷർ ഡിഫറെന്റ് ആണെന്ന് പറയാൻ കാരണം എന്തായിരിക്കും, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും, ആ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ P1 ഈക്വൽ ടു F1 ബൈ A. ഏരിയ എന്തായിരിക്കും, എന്നാൽ ആ വെസലിന്റെ ഏരിയക്ക് വല്ല മാറ്റം ഉണ്ടാവും, ഇല്ല, ഏരിയ സെയിം ആയിരിക്കും. അപ്പൊ F1 ബൈ A എന്ന് ഞാൻ എഴുതി. ഇനി P2 ഈക്വൽ ടു, P2 എന്ന് പറയുമ്പോൾ എന്തെടുക്കാം നമുക്ക്, F2 ബൈ A. ഇവിടെ നിന്ന് ഞാൻ ഫോഴ്സിന്റെ ഇക്വേഷൻ ആക്കി എഴുതാനാണെങ്കിൽ F1 ഈക്വൽ ടു P1 ഇൻറ്റു A ആൻഡ് F2 ഈക്വൽ ടു P2 ഇൻറ്റു A. ഇത്ര ഒന്ന് എഴുതിക്കേ, ജസ്റ്റ് ആ ഫിഗർ വരച്ചിട്ട് എഴുതിയാൽ മതി. നോട്ടായിട്ട് ഞാൻ പറയണമെങ്കിൽ പറഞ്ഞുതരാം. നോക്കട്ടെ, എഴുതിക്കോ. കൺസിഡർഡ് എ ലിക്വിഡ്, ഓക്കെ, എഴുതിയാ? Consider a liquid of density rho. Consider a liquid
ഓക്കെ എഴുതിയാ? കൺസിഡർ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി റോ. കൺസിഡർ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി റോ contained in a cylinder. Contained in a cylinder of cross sectional area. Of cross sectional area A. Of cross sectional area A. Cross sectional area A. Let H be the height of the liquid column. Let H be the height of the liquid column. Then അടുത്തത് ഇവിടെ തൊട്ട് എഴുതിക്കോ, വോളിയം. അവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് എഴുതി പോന്നു. കൺസിഡർ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി, ഒന്നുകൂടെ പറയാനാണ്. കൺസിഡർ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി റോ contained in a cylinder of cross sectional area A. Contained in a cylinder of cross sectional area A. Of cross sectional area A. Cylinder of cross sectional area A. Let H be the height of the liquid column. വേഗം എഴുതട്ടാ, എഴുതി വിമല, ബാക്കി എഴുത്. അത് എഴുതി തീർക്കിവിടാൻ ഓ, എനിക്ക് മനസ്സിലാകുമോ അതിനെ നോക്കിയാ? മനസ്സിലായാ മതി. ചുമന്ന ഓക്കെ, കഴിഞ്ഞ? എന്താടാ? ആ ഓക്കെ, എവിടെ തൊട്ടാ പറയേണ്ടത്? എന്താടാ? ക്ലിയർ ആവുന്നില്ലല്ലോ. എത്ര പേജ് ലീവ് ചെയ്യണോന്നാ? ഒരു പേജ് മതിയാവും. ഒരു പേജ് മതിയാവില്ലേ? അത്രയല്ലേ വന്നിട്ടുള്ളു? ഓക്കെ, ഫസ്റ്റ് തൊട്ട് അക്ഷയ എവിടെ തൊട്ടാണ് ഫസ്റ്റ് തൊട്ട് എഴുതിയായിരുന്ന? 2 പേജ് കേട്ടാ. എവിടെ വരെ എഴുതിയപ്പോഴാ? ചാപ്റ്ററിന്റെ നെയിം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ 2.5 പേജ്. അല്ല, അക്ഷര വലിയ ബുക്ക്, അങ്ങനെയാണെങ്കിൽ 2 പേജ് മതി. 2 പേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് വെച്ചിരുന്ന? 2 പോയിന്റ് കൺസിഡർ ചെയ്ത് ഫോഴ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അപ്വേർഡ് പ്രഷർ. അപ്വേർഡ് പ്രഷർ ഈക്വൽ ടു
അപ്വേർഡ് ഫോഴ്സ് ആ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് പ്ലസ് വെയിറ്റ്. അതായത് അപ്വേർഡ് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോയൻസി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ അല്ലേ? അതിലേക്കൊന്നും അത്രയും വരണ്ട. ഇപ്പൊ തൽക്കാലം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്വേർഡിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ? അവിടെ നിന്നാണല്ലേ സൗണ്ട്? ഓക്കെ, നമുക്ക് അപ്വേർഡിലേക്ക് നിങ്ങൾ നോക്കിക്കേ, P2 എന്ന് പറഞ്ഞാൽ ആരോ കൊടുത്തേക്കുന്നുണ്ട്. എന്താ മീൻ ചെയ്യുന്ന? അപ്വേർഡിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡൗൺവേർഡിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അപ്വേർഡിൽ നിന്ന് ഒരു ഫോഴ്സ് ഉണ്ട്, ഡൗൺവേർഡിൽ നിന്ന് ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഡൗൺവേർഡ് ഫോഴ്സ് നമുക്ക് എങ്ങനെ കൊടുക്കാം? അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഇവിടെ നിന്നുള്ള ആ ഫോഴ്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് പ്ലസ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ്. വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. ബോയൻസി ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചിട്ടുണ്ട്, 9th പഠിച്ചിട്ടുണ്ട്. വേറെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 9th പഠിച്ചിട്ടുണ്ട്. ബോയൻസി ഒക്കെ പഠിച്ചിട്ടില്ലേ? എന്താ പറയാ, ബോയൻ ഫോഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞു പോകാം. എന്തായാലും അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. 9th പഠിച്ചിട്ടുണ്ട്. ബോയൻസി എന്തായാലും പഠിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറയാ, ബോയൻ ഫോഴ്സ് പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്വേർഡ് ഫോഴ്സ്. അതായത് ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് ആക്ടിങ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് പ്ലസ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്. ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ആലോചിച്ച് വെക്കുക. നമ്മള് ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ 2 പോയിന്റ്സ് ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പൊ 2 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ 2 പോയിന്റിലെയും പ്രഷർ ഡിഫറൻസ് ആയിരിക്കും. അപ്വേർഡിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡൗൺവേർഡിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് നമ്മുടെ പ്രഷർ എന്തായത്? ഡിഫറെന്റ് ആയത്. പ്രഷർ ഡിഫറൻസ് ഉണ്ടെന്നല്ലേ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് കണ്ടുപിടിക്കാനാ പോയത്? P2 - P1 കണ്ടുപിടിക്കാനാണ് നമ്മൾ പോയത് അല്ലെ? അപ്പൊ P2 - P1 എന്ന് പറയുമ്പോൾ പ്രഷർ ഡിഫറൻസ്, ഇവിടെ ഒരു പ്രഷർ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ചിന്തിച്ചു നോക്കുക, പ്രഷർ ഡിഫറൻസ് വരുന്നു എന്ന് പറയണമെങ്കിൽ പ്രഷറിൽ ഡിഫറൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫോഴ്സിൽ ഡിഫറൻസ് ഉണ്ടാവണ്ടേ അല്ലെ? പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? P = F/A അല്ലേ? അപ്പൊ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് ആക്ടിങ് വിച്ച് ഇസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് പ്ലസ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന അപ്വേർഡ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ വരിക? അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? അപ്വേർഡ് ഫോഴ്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ പോയിന്റ് ഏതാ? P2. അപ്പൊ P2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? F2A അല്ല, സോറി, P2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും P2 × A. അപ്പൊ എങ്ങനെ എഴുതാം? P2 × A ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരാ? ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പോയിന്റ് P1. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് P1 × A. P1 × A പ്ലസ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ്. വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. വെയിറ്റ് കണ്ടുപിടിച്ച് വെച്ചില്ലേ? W = mg എന്ന് പറഞ്ഞ് എഴുതി വെച്ചായിരുന്നു. എമ്മിന്റെ വാല്യൂ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? A × ρ × h × g എന്ന് പറഞ്ഞ വെയിറ്റ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായി നേരത്തെ സ്റ്റെപ്പില്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ A × ρ × hg. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ? ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. P2 × A - P1 × A ഈക്വൽ ടു A × ρ × g. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? A കോമൺ ആയിട്ട് എടുക്കാം. P2 - P1 ഈക്വൽ ടു H ρ g. ഇതാണ് പ്രഷർ ഡിഫറൻസിന്റെ ഇക്വേഷൻ. ചിലപ്പോൾ സ്കൂളിൽ ഇത്രയും പറഞ്ഞു പോകണമെന്നില്ല. ചിലപ്പോൾ അവരൊറ്റ സ്റ്റെപ്പിൽ ഇക്വേഷൻ മാത്രം പറഞ്ഞു തരും. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെഡിങ് വേണമെങ്കിൽ ഇങ്ങനെ കൂടെ എഴുതി വെച്ചോ, പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം. അങ്ങനെയും നമുക്ക് തരാറുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കണ ആ രീതിയിലായിരിക്കും. ഞാനിപ്പോ തന്നത് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് എന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നത്. പ്രഷർ കൂടുന്നതും കുറയുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ഇറങ്ങി പോകും. ഓക്കെ, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത് പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം. അതോടെ എഴുതി വെച്ചോ, പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം. ഇതോടെ എഴുതിക്കാം. ഞാൻ 5 മിനിറ്റ് ബ്രേക്ക് വരാം. എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം. എന്താണല്ലോ ഇപ്പോഴാണ് തലാട്ടാൻ തുടങ്ങിയത്. ബ്രേക്ക് വരാന്ന് പറഞ്ഞപ്പോ അതിനുള്ള തലാട്ടാൻ തുടങ്ങി. പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ എന്തായാലും പഠിക്കണം. P2 - P1 ഈക്വൽ ടു H ρ g. ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. പ്രോബ്ലംസ് നന്നായിട്ട് ആവശ്യത്തിൽ കൂടുതൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിപ്പോ എന്നെ എഴുതി കാണിക്കുകയും ചെയ്യണേ. അതുപോലെ തന്നെ ഇത്ര ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഈ P1 എന്ന് പറയുന്ന പോയിന്റ് അറ്റ്മോസ്ഫിയറിനോട് അടുത്താണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർക്ക് ആ ഒരു സീ ലെവലിനോട് കറക്റ്റ് ആയിട്ട് നിൽക്കുന്ന പോയിന്റ് ആണ്. ഇതിപ്പോ നമ്മൾ ലിക്വിഡ് അല്ല. ലിക്വിഡിൽ ഇപ്പൊ ഇത് എക്സാക്ട്ലി ഞാൻ ലിക്വിഡിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്ന ആ പോയിന്റ്. P1 ഉം P2 എന്ന് പറയുന്നത് P1 ഇവിടെ ആയിട്ട് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക, P2 ഇവിടെ ആയിട്ട്. അതൊരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി സെയിം ലെവലിൽ അല്ലാതെ ഒരെണ്ണം മുകളിലായിട്ട് ഒരെണ്ണം താഴെയായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു.
ഇനി അതിന് പകരം ഈ P1 എന്ന് പറയുന്ന പോയിന്റ് എക്സാക്ട് സർഫസ് ആണെന്ന് വിചാരിക്കുക, അറ്റ്മോസ്ഫിയറിന്റെ സർഫസ് ആണെന്ന് വിചാരിക്കുക. ആ പോയിന്റ് എക്സാക്ട്ലി അറ്റ്മോസ്ഫിയറിന്റെ സർഫസ് ആണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിന്റെ പേര് എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും അതിന് എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇഫ് P1 ഈസ് അറ്റ് ദ സർഫസ്, സർഫസിലാണ് P1 കൺസിഡർ ചെയ്തേക്കുന്നതെങ്കിൽ അപ്പൊ ശ്രദ്ധിക്കുക, ഇഫ് P1 ഈസ് അറ്റ് ദ സർഫസ്, സർഫസിലാണ് P1 എന്ന് വിചാരിക്കുക. ഇഫ് P1 ഈസ് അറ്റ് ദ സർഫസ്, P1 ഈക്വൽ ടു എന്താവും? P1 ഈക്വൽ ടു PA, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവും. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വന്ന് P1 ഈക്വൽ ടു PA ആകും. P2നെ നമുക്കൊരു പോയിന്റ് P ആയിട്ട് എടുക്കാം. P2 ഈക്വൽ ടു P. അപ്പൊ എങ്ങനെ വന്ന് P മൈനസ് PA ഈക്വൽ ടു H rho G. Then P is equal to H rho G plus PA. ഇതൊന്ന് എഴുതി വെച്ചേക്ക. കഴിഞ്ഞ ഒന്നുകൂടെ പറയാനാ? എവിടെ തൊട്ടാ പറയേണ്ടത്? ഈ ലാസ്റ്റത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കൺസിഡർ ചെയ്തേക്കുന്ന പോയിന്റ്, ഞാൻ ലിക്വിഡിന്റെ ഉള്ളിൽ തന്നെയാണ് 2 പോയിന്റ്സ് കൺസിഡർ ചെയ്തത്. ഇപ്പൊ ഒരു വെസൽ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്ത് ഒരെണ്ണം ഏറ്റവും അടിയിലായിട്ട് കൺസിഡർ ചെയ്ത് ഒരെണ്ണം ഏകദേശം നടുക്കായിട്ടോ അല്ലെങ്കിൽ ലിക്വിഡിൽ തന്നെ അവിടെ തന്നെ കൺസിഡർ ചെയ്തു. ഇനി ആ പോയിന്റ് ഞാൻ മാറ്റിയിട്ട് ഇവിടെ അല്ല എന്റെ പോയിന്റ് ഏകദേശം ആ സർഫസിനോട് തൊട്ടടുത്താണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ സർഫസിലുള്ള ഒരു ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ ഏതായിരിക്കും? ഇത് ലിക്വിഡിലായതുകൊണ്ടാണ് ആ ലിക്വിഡിന്റെ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്തത്. ഇനി ലിക്വിഡിലല്ല, അതിന്റെ തൊട്ടടുത്ത് ലിക്വിഡിനോട് ജസ്റ്റ് ടച്ച് ചെയ്തോ ചെയ്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെയാണ്, അതായത് ഇതാണ് നമ്മുടെ ലിക്വിഡ് എങ്കിൽ ഇവിടെ ഇരുന്നാൽ മാത്രമല്ല എനിക്ക് ലിക്വിഡിന്റെ ഉള്ളിലാണെന്ന് പറയാൻ പറ്റുള്ള പോയിന്റ്. ഇവിടെ ഇപ്പൊ ഈ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ ഉള്ളിൽ തന്നെയാണ്, അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഇനി ഇവിടെയാണ് പോയിന്റ് എങ്കിൽ നമുക്ക് ലിക്വിഡിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയാം. ഇതാണ് എന്റെ P1 എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് P2 എന്ന് പറയുന്ന പോയിന്റ്. ഇനി ഈ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ ആയിട്ടാണെന്ന് വിചാരിക്കുക, അതായത് എക്സാക്ട്ലി സർഫസ് ആയിട്ട് ജസ്റ്റ് ടച്ച് ചെയ്തോ ചെയ്തില്ല എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ബ്രേക്ക് തരാട്ടെ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെ, P2ന്റെ പ്ലേസിൽ ഞാൻ P യും കൊടുത്ത് P1ന്റെ പ്ലേസിൽ PA കൊടുത്തു. അപ്പൊ ഇക്വേഷൻ എന്തായി? P is equal to H rho G plus PA. വേഗം എഴുതിക്കോട്ടാ, ഇപ്പൊ തന്നെ എഴുതി കാണിക്കണേ. ഉറക്കം നോക്കി ഇരിക്കണേ, എല്ലാരും ഉറക്കമായിരുന്നു. വേഗം എഴുതി കാണിച്ചു. ഞാൻ ഒരാളെ ബോഡി വിളിച്ച് എഴുതിപ്പിക്കോട്ടെ. വിമലല്ല, എന്തായാലും വിമല എപ്പോഴും എഴുതണത്. വിമലല്ല. വേഗം നോക്കിക്കോ. ഇത്രയും ടോപ്പിക്കിന്ന് ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ആൻസർ പറയാത്തവർക്കൊക്കെ ഇമ്പോസിഷനാ. അല്ലല്ല, ഇമ്പോസിഷൻ. അതെ, വേഗം നോക്കിക്കോ. എന്തൊക്കെയാ ഞാൻ പഠിപ്പിച്ചത്? ഫ്ലൂയിഡ് എന്താന്ന് ഞാൻ പറഞ്ഞു. ഫ്ലൂയിഡ് നോക്കുക. ഫ്ലൂയിഡ് റെസ്റ്റിലായിരിക്കുമ്പോ ഏത് കണ്ടീഷനാണ്, ഏത് ബ്രാഞ്ചാണ് സ്റ്റഡി ചെയ്യുക. അതുപോലെ മൂവിങ് ആണെങ്കിൽ ഏത് ബ്രാഞ്ചാണ് സ്റ്റഡി ചെയ്യുക, അത് നോക്കുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? പ്രോപ്പർട്ടീസ് പറഞ്ഞു. പ്രഷർ എന്താന്ന് പറഞ്ഞു, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താന്ന് പറഞ്ഞു, ഡെൻസിറ്റി എന്താന്ന് പറഞ്ഞു, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് അല്ലെങ്കിൽ പ്രഷർ ഡ്യൂ ടു എ ഫ്ലൂയിഡ് കോളം. വേഗം നോക്കിക്കോ. അതുകൊണ്ട് എനിക്ക് പ്രോബ്ലം ചെയ്യിക്കാനുള്ള റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, ഇവിടെ വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇതിന്റെ കൺക്ലൂഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്ത് കൂടി വരുംതോറും പ്രഷർ എന്ത് ചെയ്യും? വിമൽ പറയട്ടെ, വിമലിനോട് ചോദിക്കാം. ഡെപ്ത് കൂടി വരികയെന്ന് വിചാരിക്കുക. ഡെപ്ത് കൂടി വരുമ്പോ പ്രഷർ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പൊ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതോറും പ്രഷർ എന്ത് ചെയ്തോണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കും. ചിലപ്പോ സ്കൂളിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് എങ്ങനെയാ വന്നതെന്ന് അവർ പറയാൻ ചാൻസ് ഇല്ല. ഒരൊറ്റ സ്റ്റെപ്പിൽ ഇക്വേഷൻ ഒക്കെ എഴുതിയിടും. P is equal to PA plus H rho G അല്ലെങ്കിൽ P is equal to H rho G എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആക്കി അവർ എഴുതി വിടും. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എങ്ങനെയാ വന്നതെന്ന് മനസ്സിലാക്കുക. ഒരു പ്രഷറിന്റെ ഡിഫറൻസ്, ഒരു ലിക്വിഡ് നമ്മൾ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു വെസൽ നമ്മൾ കൺസിഡർ ചെയ്ത് ആ വെസലിലെ 2 പോയിന്റ്സ് എടുത്തിട്ട് പ്രഷർ ഡിഫറൻസിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. പ്രഷറിൽ വരുന്ന വേരിയേഷൻ, അതിൽ നിന്നാണ് P is equal to H rho G അല്ലെങ്കിൽ P2 minus P1 equal to H rho G അങ്ങനെ ഒരു ഇക്വേഷൻ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. വേഗം വായിച്ചോ. ഇത്ര ഉള്ളതല്ല, ഇനിയുണ്ട്, പ്രോബ്ലം ചെയ്യിപ്പിക്കാനുണ്ട്. വേഗം നോക്കി കഴിയുമ്പോ പറയട്ടാ. ഓക്കെ ആവുമ്പോ പറയേ. റെസ്റ്റ് അല്ല, അത് നോക്കാനുള്ള ടൈമായി റെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത്. വേഗം വിമലിനെ വിളിക്കാട്ടോ. ചാൻസ് ഉണ്ട്.
ഓക്കെ, ഇവിടെ ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇത്ര എഴുതിയില്ലേ, പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി പ്ലസ് പി എ അല്ലെങ്കിൽ പി നോട്ട്. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ എഴുതിക്കോ. ഇഫ് പി നോട്ട് റെപ്രസെന്റ്, ഇഫ് പി നോട്ട് താഴെ തന്നെ എഴുതിക്കോ. ഇഫ് പി നോട്ട് റെപ്രസെന്റ്, പി നോട്ട് അല്ലെങ്കിൽ പി എ, അത് ഞാൻ രണ്ടും പറയുന്നതെന്ന് വെച്ചാൽ സ്കൂളിൽ ചിലപ്പോൾ പി നോട്ട് എന്നായിരിക്കും അവർ പറയാ. ഇഫ് പി എ റെപ്രസെന്റ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, if PA represent the atmospheric pressure, then the total pressure P, at the bottom of the cylinder, total pressure P, atmospheric pressure, then the total pressure P at the bottom of the cylinder, then the total pressure P at the bottom of the cylinder is P equal to, ആ ഇക്വേഷൻ ഒന്നുകൂടെ ബോക്സ് ചെയ്തിട്ടേക്ക്, P is equal to PA plus H rho G, P is equal to PA plus H rho G. അത് എഴുതിക്കോ. അത് കഴിഞ്ഞിട്ട് എഴുതിക്കോ, P is called absolute pressure, P is called, PA എന്ന് പറയുന്നത് എന്താ, PA atmospheric pressure. അപ്പൊ P എന്ന് പറഞ്ഞാൽ എന്താ, absolute pressure. P is called absolute pressure. P absolute pressure. P absolute pressure. സാധാരണ ടോട്ടൽ പ്രഷർ. ഇനി അടുത്തത് ഒരു പോയിന്റ് കൂടെ എഴുതിക്കോ. The excess pressure അല്ലെങ്കിൽ pressure difference, the excess pressure or pressure difference, the excess pressure or pressure difference P minus PA, അതാണ് നമ്മൾ ഇത് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കൊടുത്തേക്കുന്നതാണ്. P minus PA equal to H rho G. അതിൽ നിന്നാണ് അബ്സല്യൂട്ട് പ്രഷറിന്റെ ഇക്വേഷനിലേക്ക് വന്നത്. അപ്പോ the excess pressure or pressure difference P minus PA at depth H is called gauge pressure. Gauge pressure, G-A-U-G-E, gauge pressure. At depth H is called gauge pressure, G-A-U-G-E, gauge pressure. ഓക്കെ, വേഗം ചെയ്തു. അത് കഴിഞ്ഞ് നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇല്ല, പ്രോബ്ലം ചെയ്യിപ്പിക്കാനുണ്ട്. ഇല്ല, ടൈം ഉണ്ടെങ്കിൽ എടുക്കും കുറച്ചും കൂടി. ഇപ്പൊ എന്താ ടൈം തന്നേക്കണേ, ഒരാളെ വിളിക്കൂ. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആരോടിനെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അജയ് പറഞ്ഞു വിളിച്ചോന്ന്. തമ്മില് പറയായിരിക്കും. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തട്ടെ? വേണ്ടേ? ക്വസ്റ്റ്യൻ വേണ്ടേ? എഴുതിക്കോ. അല്ല, ഈ പ്രോബ്ലം കൂടെ ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓണാണോ? ഓക്കെ, എഴുതിക്കോ. പ്രോബ്ലം കൂടെ ചെയ്തിട്ട് എഴുതാം. പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഞാൻ എഴുതിപ്പിച്ചോളാം. എഴുതിക്കോ. വാട്ടർ ഈസ് ഫിൽഡ്, ടൈം തരാം കുറച്ച്. വാട്ടർ ഈസ് ഫിൽഡ് ഇൻ എ ഫ്ലാസ്ക്. അപ്പൊ ആ പോർഷൻ അങ്ങോട്ട് കഴിയും. ഒരു കുഞ്ഞു ടോപ്പിക് 2 മാർക്കിനൊക്കെ വരുള്ളൂ ഈ ടോപ്പിക്. വലിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഇത്. ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കാം, പ്രോബ്ലം ചെയ്യാം. വാട്ടർ ഈസ് ഫിൽഡ് ഇൻ എ ഫ്ലാസ്ക് up to a height of 20 centimeter, up to a height of 20 centimeter, up to a height of 20 centimeter, full stop. The bottom of the flask is circular.
The bottom of the flask is circular. The bottom of the flask is circular and has an area of 1 meter square. 1 meter square. If the atmospheric pressure എത്രയാണ് നമ്മൾ എഴുതി വെച്ചത്? ഞാൻ പറഞ്ഞില്ലേ 1 atmospheric pressure equal to 1.01. 01 into 10 raised to 5. If the atmospheric pressure is 1.01 into 10 raised to 5, unit എന്താ? Pascal. 10 raised to 5. മതി. Then what force is exerted by water? Then what force is exerted by water on the bottom? Then what force exerted by the water on the bottom? Take G equal to 10 meter per second square. Take G equal to 10 meter per second square. And density of water എത്രയാണെന്ന് അറിയാലോ? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇതൊക്കെ ബൈ ഹാർട്ട് പഠിക്കുക. അതായത് 1 atmospheric pressure എത്രയാണ് വാല്യൂ, അത് ബൈ ഹാർട്ട് പഠിക്കണം. പിന്നെ അതുപോലെ ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാ? 1000 kg/m³. അതും പഠിച്ചേക്കുക. ഇപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആകെ നമ്മളൊരു ഇക്വേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ശ്രദ്ധിച്ചേ, വേറെ കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. ജസ്റ്റ് എന്താ നോക്കുക, നമുക്ക് എന്താ ക്വസ്റ്റ്യൻ വായിച്ചേ? ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ടർ ഈസ് ഫിൽഡ് ഇൻ എ ഫ്ലാസ്ക് അപ് ടു എ ഹൈറ്റ് ഓഫ് 20 cm. ഒരു ഫ്ലാസ്കില് വാട്ടർ ഫിൽഡ് ആണ് എവിടെ വരെ? അപ് ടു എ ഹൈറ്റ് ഓഫ് 20 cm. ദ ബോട്ടം ഓഫ് ദ ഫ്ലാസ്ക് ഈസ് എ സർക്കുലർ ആൻഡ് ഹാസ് ആൻ ഏരിയ ഓഫ് 1 meter square. അതായത് മനസ്സിലായില്ലേ, ഒരു ഫ്ലാസ്കില് 20 cm വരെ വാട്ടർ ഫിൽഡ് ആണ്. ആ ഫ്ലാസ്കിന്റെ ബോട്ടം എന്ന് പറയുന്നത് എന്ത് ഷേപ്പാ? ഒരു സർക്കുലർ ഷേപ്പാ. സർക്കുലർ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഏരിയ അത് അവർ ഓൾറെഡി തന്നിട്ടില്ലെങ്കിലായിരുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നത്. തന്നിട്ടുണ്ട് 1 meter square. ഇഫ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതായത് ആ ഒരു സീ ലെവൽ എന്ന് പറഞ്ഞാൽ അവിടെ നോർമലി എക്സ്പീരിയൻസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1.01 into 10 raised to 5 നമ്മൾ പഠിച്ചത്. അത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്തത്, then what force exerted by the water on the bottom? അതായത് ആ ബോട്ടം സർഫസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, അതൊക്കെ ആക്കണം. ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്? പ്രഷർ. അപ്പൊ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താന്ന് ആലോചിക്കുക. നമുക്ക് ഹിന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഒരു ഫ്ലാസ്ക് കൺസിഡർ ചെയ്യുക. ഫ്ലാസ്കില് അപ് ടു എത്ര വരെയാ വെള്ളം ഫില്ല് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? 20 cm വരെ. അപ്പൊ അവിടുത്തെ ഹൈറ്റ് എത്രയാ വന്നിരിക്കുന്നത്? അവരവിടെ 20 cm ആണ് തന്നേക്കുന്നത്. നിങ്ങൾ കൺവേർട്ട് ചെയ്ത് ചെയ്യുക. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. 20 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ PA is equal to 1.01 into 10 raised to 5 Pascal. അതും തന്നിട്ടുണ്ട്. പിന്നെ അവരെന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം എന്താ തന്നിരിക്കുന്നത്? ഏരിയ. അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നേക്കുന്നത്. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഇസ് ഈക്വൽ ടു 1 meter square. കൺഫ്യൂഷൻ ആക്കാനല്ല, വേണം നമുക്ക്. തൽക്കാലം ഇപ്പൊ ഏരിയ അല്ല വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നിരിക്കുന്ന ഓക്കെ. പിന്നെ അവര് പറഞ്ഞേക്കുന്ന വാട്ട് ഫോഴ്സ് എക്സർട്ടഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഫ്ലാസ്ക്. ഫ്ലാസ്കിന്റെ ബോട്ടത്തില് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ജനറലി ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് മാസിന്റെ ആക്സിലറേഷൻ എന്നാ നമ്മൾ പറയാം. ഇവിടെ നമ്മളപ്പോ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളിപ്പോ പ്രഷർ കണ്ടുപിടിച്ചേ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് പ്രഷർ എന്താണെന്നൊന്ന് കണ്ടുപിടിക്കും. പ്രഷർ കണ്ടുപിടിക്കുക. ആബ്സല്യൂട്ട് പ്രഷർ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണെന്നൊന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. ആബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കുക. ഫോഴ്സ് അവിടെ ആബ്സല്യൂട്ട് പ്രഷർ കാണാൻ വേണ്ടി ഫോഴ്സിന്റെ ആവശ്യം ഇല്ലല്ലോ. ആബ്സല്യൂട്ട് പ്രഷർ കാണാൻ വേണ്ടിട്ട് അവിടെ എന്ത്? ആബ്സല്യൂട്ട് പ്രഷർ കാണാനുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം അവിടെ തന്നിട്ടില്ലേ? അവിടെ എന്താ വേണ്ടത്? ആബ്സല്യൂട്ട് പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? P is equal to PA plus H rho G. PA എന്താന്നറിയാം, H എന്താന്നറിയാം, റോ എന്താ? നമുക്ക് ലിക്വിഡ് എന്താ തന്നേക്കുന്നേ? വാട്ടർ ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എന്താ? അത് സെപ്പറേറ്റ് ഒന്നും പറഞ്ഞു തരില്ല അവര്. വാട്ടറിന്റെ ഡെൻസിറ്റി എന്താ? 1000 kg/m³. kg/m³. അപ്പൊ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത്? H rho G. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അത് കണ്ടുപിടിക്കും.
See 10 raised to 5 plus 10 raised to 300. ഇതൊക്കെ നീ സോൾവ് ചെയ്യാം. By 100. അതെ, എല്ലാം മീറ്റർ ആക്കണം. എല്ലാ മീറ്റർ ഒക്കെ പറഞ്ഞാൽ അതാത്ര മീറ്റർ അത് മാത്രമേ ഉള്ളൂ. 0.20 അത് ചെയ്ത് ഞാനൊന്നും പറയില്ല. ഇല്ല. ഓക്കെ, പ്രഷർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സിലേക്ക് എങ്ങനെ എത്താം? നിക്ക് ആയിട്ടില്ല, പ്രഷർ അല്ലേ കണ്ടുപിടിച്ചേക്കണത്. പ്രഷർ 1.03 × 10⁵ പാസ്കൽ. അതാ കിട്ടണം. 1.03 × 10⁵ പാസ്കലാ കിട്ടുന്നത്. ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ, ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് പ്രഷർ കിട്ടി. ആബ്സലൂട്ട് പ്രഷർ ഇപ്പൊ നോക്കിക്കേ. ആബ്സലൂട്ട് പ്രഷർ എങ്ങനെയാ കണ്ടുപിടിച്ച? P = PA + HρG. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ കണ്ടുപിടിച്ചത്. പ്രഷറിനെയും ഫോഴ്സിനെയും കൂടെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? ഇനി ആലോചിച്ച് നോക്കിയേ. പ്രഷർ നമുക്ക് ഫോഴ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. പ്രഷറിനെയും ഫോഴ്സിനെയും കൂടെ എങ്ങനെ റിലേറ്റ് ചെയ്യാം? പ്രഷർ = ഫോഴ്സ്/ഏരിയ അല്ലേ. അതിൽ നിന്ന് ഫോഴ്സ് = എങ്ങനെ എഴുതാം? പ്രഷർ × ഏരിയ. അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ആബ്സലൂട്ട് പ്രഷർ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു ഏരിയ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. മനസ്സിലായോ? സോൾവ് ചെയ്യും. ബാക്കി എത്ര പൂജ്യം? 3 പൂജ്യം. അത് പ്ലസ് ഒന്നല്ല, ഇതും അതുപോലെ തന്നെയാണ്. അതൊരു 10,000 ഇതും ഇവിടെ എത്ര പൂജ്യം? 5 പൂജ്യം. ഒന്നിന്റെ കൂടെ ഇവിടെ എഴുതണേ വായിച്ചു. ഒന്നിന്റെ കൂടെ 5 പൂജ്യം. അതേപോലെ ഒന്നിന്റെ കൂടെ 5 പൂജ്യം പ്ലസ് 2000. എത്രയാ? 12,000. 10,000 + 12,000. അതാണ് ഉത്തരം. അറിയ എത്ര?
എന്തോ മിസ് ചെയ്തത് ഞങ്ങൾ ചെയ്തത് വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് 12,000 കിട്ടണം. ഈസി. ഞാനത് കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാ. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇതിലും നോക്കി ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തു. ബാക്കി കംപ്ലീറ്റ് ചെയ്തോട്ടെ. അല്ല ഇങ്ങനെ പറ്റുമെന്ന് ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അങ്ങനെ ചെയ്തു. കിട്ടിയില്ല. ഇത് സോൾവ് ചെയ്യണം നിങ്ങൾ. ഞാൻ എന്റെ പൈസ എന്റെ നോക്കിയാലും അവിടെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആൻസർ കിട്ടിയാൽ മതി, വേറെ പ്രശ്നമില്ല. അത് ഫുൾ ഓപ്പൺ ചെയ്താൽ അങ്ങനെ വരും. ഇതൊക്കെ എന്തിനാ ഓപ്പൺ ചെയ്യാം? കോമൺ ആക്കി എടുക്കണല്ലേ നല്ലത്. പക്ഷെ ഇങ്ങനെ ചെയ്താലും ചെയ്താലും സെയിം കിട്ടിയ പ്രശ്നമില്ല. സെയിം കിട്ടണില്ലല്ലോ, അതല്ലേ ജോലി. തെറ്റായിരിക്കും ചെയ്തേക്കണത്. ഒരു മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നോട്ടെ. നിങ്ങക്കൊക്കെ കിട്ടിയാ? ആ, നിങ്ങൾ ഏത് രീതിയാ ചെയ്തത്? എന്തായാലും ആൻസർ കിട്ടിയാൽ മതി. വേദക്ക് കിട്ടിയ ആൻസർ ഞാനിട്ട പോലെ പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടുമല്ലോ. നിങ്ങക്ക് കിട്ടിയാ? അവിടെ ബുക്ക് നോക്കട്ടെടാ ഒന്ന്. നീ എന്റെ നോക്കി എഴുതി വെച്ചല്ലേ? നിനക്ക് കിട്ടിയ അവിടെ ആൻസർ? എന്റെ നോക്കി എഴുതിയിരിക്കും. അല്ല, അതെ, കുഴപ്പമില്ല. ചെയ്ത ആൻസർ കിട്ടിയാൽ മതി. ഇത് കൂടുതലും കോംപ്ലിക്കേഷനിലാണ് പോയിക്കൊണ്ടിരിക്കണം. ഇത് പവറിലേക്ക് ആക്കണല്ലേ നല്ലത് കൂടുതലും. കിട്ടിയാ മതി. പക്ഷെ നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് ടേംസ് വലുതായില്ലേ, അപ്പൊ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും. ആൻസർ കിട്ടും. കിട്ടില്ല എന്നല്ല, ചെയ്യണം. അത്രയും ചെയ്ത് പോകേണ്ടി വരും. പവറിലേക്ക് ആക്കിയാൽ അത്ര ഈസി. അല്ലെങ്കിൽ പിന്നെ ആൻസർ കിട്ടും. കിട്ടില്ല എന്നല്ല, ഇത് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോ കിട്ടും. എന്നെ കാണിക്കാൻ നീ ആദ്യം എന്റെ പേര് തിരിച്ചു തന്നെ എനിക്ക് ഒട്ടും വിശ്വാസം. കൂട്ടുകാരുടെ പേരുടെ പിന്നിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിയെടുത്തോട്ടാ. എന്നാ വിശേഷം? This is low translational motion, not gravity. No, it implies that you is coming.
Oh, മിസ്സേ മിസ്സേ ഉണ്ടല്ലേ ആ വഴി ചെയ്ത് കഴിഞ്ഞാൽ 1.2 into 10⁴ കിട്ടും. അതും ഏകദേശം ഈക്വൽ ആണ്. ഇതാരാണോ പറഞ്ഞത്? അതെ, ഞാൻ ആകെ ഒരു കുഞ്ഞു ടോപ്പിക്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വേരിയേഷൻ ഓഫ് പഠിപ്പിച്ചുള്ളൂ. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അത് നമുക്ക് ആകെ 2 പ്രോബ്ലം ചെയ്യിപ്പിച്ചുള്ളൂ. ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡെറിവേഷൻ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിലും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആകെ വരുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് വരാവുന്ന 2 ചാൻസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആവും. അതുകൊണ്ട് ഒരെണ്ണം കൂടെ തന്നത്. ആ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. മെനു ഉണ്ടായിരുന്നെങ്കിൽ അത്തപ്പൂക്കളെങ്കിലും വിളിക്കാം. ഓ ഇത് വെച്ച് കോഴിയുടെ പോലെ കൊണ്ടുവരുന്നതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അതിൽ വീട്ടുന്നത്. അതല്ല പിറ്റേ ദിവസം കല്ലറ പോയിട്ട് നാറ്റെടുത്ത് പരിപാടി ഞങ്ങളുടെ കല്ലറയുടെ അപ്പുറത്തായിരിക്കും ഞങ്ങള് പണ്ട് ഡോറേമോൻ ഇതുപോലത്തെ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പേന മാറ്റിയിട്ട് ഹോംവർക്കല്ലേ നീ കണ്ടിട്ടില്ലേ ലൂസിഫർ? ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അതിന്റെ ക്ലാസ് ഉണ്ട്.